എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ? എന്തായാലും സത്യവാങ്മൂലം നാളെ കൊടുത്തേ പറ്റൂ. ഇനി സാവകാശം തേടുമോ സർക്കാർ എന്ന് അറിയില്ല. കാരണം ഇന്ന് ഗോവിന്ദൻ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇതൊരു കമ്മീഷനെ വെച്ച് പഠിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നമ്മൾ ഇതിനകത്ത് ഒരു നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു നാട്ടുഭാഷയുണ്ട്. ഇതിനു മുമ്പ് ഒരു ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടന നേതാവ് ഇത് പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ള ഒരു ഭാഷയാണ്. ഈ ഇരിക്കുന്നവൻ മുടിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഷ. അതുപോലെയാണ് കേരളത്തിലെ CPM-നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയിലെ CPM-നെ സംബന്ധിച്ച് പറയാനുള്ളത്. ഭരിക്കുന്നവർ മുടിക്കുന്നവരായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എല്ലാവരും തള്ളിവിട്ടത് പോരാഞ്ഞിട്ട് ആരാധന ആലയങ്ങൾ പോലും ഇന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളെ കാണാൻ സാധിക്കുന്നത്. ശബരിമല മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പല ക്ഷേത്രങ്ങളുടെയും ലിസ്റ്റുകൾ എടുത്ത് വെച്ച് നോക്കിയാൽ പലയിടത്തും ആ രീതിയിലുള്ള ഈ പറയുന്ന ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോഴുള്ള ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരു വിശ്വാസികൾക്കും, അതായത് ഹൈന്ദവ വിശ്വാസത്തെ ആയിക്കോട്ടെ, ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് CPM പുറത്താക്കിയ പുറത്താക്കിയ ആളുകളുടെ പേര് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പറയുന്ന ആലപ്പുഴ മുൻ MP KS മനോജ് ആയിക്കോട്ടെ, സിന്ധു ജോയി ആയിക്കോട്ടെ, അവർ പള്ളിയിൽ പോയി ആരാധന അനുഭവവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് ആ പാർട്ടിയുമായി കലഹിച്ച് പോകേണ്ട അവസ്ഥയിലേക്ക് വന്നത്. അങ്ങനെ വിശ്വാസ സമൂഹത്തെ ഒന്നും വിലക്കെടുക്കാതെ പോയിരുന്ന ഗവൺമെന്റാണ്. ഇനി അനിൽ നമ്പൂതിരി പറഞ്ഞ ആ വിഷയത്തിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ഡിതരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. പണ്ഡിതർ എന്ന് ആർക്കെയാണ് പണ്ഡിതർ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഈ പണ്ഡിതരോട് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വിധി വന്നപ്പോൾ തന്നെ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് പലരും, പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള മറ്റ് എല്ലാ സംഘടനകളും പറഞ്ഞാണ് പുനഃപരിശോധന ഹർജിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന തന്ത്രിമാരുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ആളുകളിലേക്ക് ചർച്ച ചെയ്തതിനു ശേഷം അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ വേണ്ടിയുള്ള ഹർജിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും ഒരു വില കൊടുക്കാതെ അതുമായി തന്നെ ഞങ്ങൾ ഇതുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് രാഷ്ട്രീയത്തോടെ കലാപ അന്തരീക്ഷം സൃഷ്ടിച്ച ഗവൺമെന്റ്, ശബരിമല പോലെ ശാന്തമായ ഒരു സന്നിധിയിൽ കലാപ അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഇത് പിണറായി വിജയന്റെ ധാർഷ്ട്യവും ഈ പറയുന്ന CPM-ന്റെ ധാർഷ്ട്യവുമാണ് ഇതിൽ മുന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് അവിടെ അടി വാങ്ങിച്ചിട്ടുള്ള, അന്ന് അവിടെ കേസിൽ പ്രതിയായിട്ടുള്ള ആയിരക്കണക്കിനുള്ള പാവപ്പെട്ടവരായ അയ്യപ്പ ഭക്തരോട് മാപ്പ് പറയാതെ ഇവരാരും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഇത് അയ്യപ്പത്തോളം എന്നാരും പറഞ്ഞതിന്റെ പേരിനെക്കാളാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സംഗമം നടത്തിയിട്ടാണ് ഇവർ പറഞ്ഞത്. ഈ പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുവാനും ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരുമായി കൊണ്ടുവന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞതാണ് അയ്യപ്പ സംഗമം നടത്തിയത്. ആ പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്തതിന്റെ അഴിമതി കലകൾ ഇന്ന് കേരള സമൂഹത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് പേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. ഈ പറയുന്ന പണ്ഡിതരുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പുതിയ മഹോത്സവം എല്ലാം വരുമോ എന്ന് മാത്രം നമ്മൾ നോക്കിയിരുന്നാൽ മതി എന്നാണ് പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്.